ഗൈസ് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു അടിപൊളി ട്രിപ്പ് പോവാട്ടോ. ട്രിപ്പ് പോകുന്നത് വേറെ എങ്ങോട്ടല്ല, മൂന്നാറിലോട്ടാണ്. ഇന്ന് നമ്മളെ കൂടെ കുട്ടച്ചനും സീതമ്മയും കൂടി ഉണ്ട് കേട്ടോ. വണ്ടി കയറിയപ്പോൾ തുടങ്ങി അതിനു ഫ്രണ്ടിലിരിക്കണം എന്ന് പറഞ്ഞ നല്ല വാശിയാണ്. ഇപ്രാവശ്യം നമ്മൾ കീത്തൂനെയും അഞ്ജുവിനെയും അതേപോലെ തന്നെ അല്ലുവിനെയും കാശിനെയൊക്കെ ബാക്കിലോട്ട് തട്ടിയിട്ടുണ്ട്. അവരവിടെ അടിച്ച് പൊളിക്കാണ്ട. കാറി കയറിയപ്പോൾ തുടങ്ങി പറയാനാണ് ഞങ്ങൾക്ക് തിന്നാനൊന്നുമില്ല, എത്രയും പെട്ടെന്ന് കൊടുങ്ങല്ലൂർ എത്തിയാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു തരണേ എന്ന് പറഞ്ഞിരിക്കാണ്ട്. പിന്നെ ഒന്നും നോക്കില്ല, വണ്ടി സൈഡാക്കിയിട്ട് ഇവർക്ക് വേണ്ടിയിട്ടുള്ള കപ്പ വറുത്തതും കൊള്ളി വറുത്തതും അങ്ങനെ പറഞ്ഞ സകലമായ സാധനങ്ങളും ലഡ് വരെ വാങ്ങിച്ചു കൊടുത്തിട്ടാ. ഇത് കിട്ടാതെ ുള്ള കരച്ചിലാണ് കാശിക്കുടനി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി ലൈറ്റ് അതിന്റെ പേരിൽ ഉച്ചയ്ക്കുള്ള ഭക്ഷണം അതും ഹോട്ടലിൽ നിന്ന് തന്നെയായിരുന്നു. പോകുന്ന വഴിക്ക് ചേട്ടൻ്റെ വർക്ക്ഷോപ്പിനടുത്തുള്ള കരിമാലൂര് അതിനടുത്തുള്ള ഒരു അടിപൊളി ഹോട്ടൽ ഉണ്ടായിരുന്നു. ചേട്ടന് ഇന്ന് ഇവിടുന്ന് ഭക്ഷണം കഴിക്കണമാണ്. അപ്പോൾ അതിന്റെ പേരിലാണ് നമ്മൾ ഇവിടെ തന്നെ കയറിയത്. ഫുഡ് അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. നിങ്ങൾ ഇതിലെ പോകണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ. ഫുഡ് അടിയും കഴിഞ്ഞ് ഞങ്ങൾ നേരെ വിട്ടിട്ടാണ്, കാരണം ഒരുപാട് സമയം പോകാണ്ടല്ല. നമ്മൾ ആലുവയിൽ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. പോണ വഴിക്കാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം മഴ ചാറുന്നുണ്ട്. വഴികളെല്ലാം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. വീതി കൂട്ടാണ് റോഡിന്റെ. അതിൻ്റെ ഉള്ള ചെറിയ ചെറിയ ബ്ലോക്കുകളും കാര്യങ്ങളും ഇടയ്ക്കിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. സമയം ഏകദേശം ഒരു 4 മണിയോടെ അടുത്തപ്പോൾ തന്നെ എല്ലാവർക്കും ചായ കുടിക്കണം എന്നുള്ള തോന്നൽ വന്നു തുടങ്ങി. പിന്നെ നേരെ ഈ പലഹാരപ്പെട്ടി കണ്ടപ്പോൾ തന്നെ ഞാൻ വണ്ടി വേഗം സൈഡാക്കിയിട്ടാ. കണ്ട ഇരിക്കുന്ന ഇരിപ്പ് കണ്ടാൽ തന്നെ ആരെങ്കിലും വണ്ടി സൈഡാക്കിയിട്ട് ചായ കുടിക്കാൻ തോന്നും. എല്ലാം ഫ്രഷ് ആണ്, ലൈവായിട്ട് ചേട്ടൻ അപ്പുറത്ത് വറുത്തോണ്ടിരിക്കുന്നുണ്ട്. ഐറ്റംസ് ഒരുപാട് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഇവര് ഭയങ്കര ഹാപ്പി ആയിട്ടത്. അമ്മയ്ക്ക് ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതിൽ ചില സ്ഥലങ്ങളിൽ അമ്മ ഇറങ്ങാറില്ല. ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അറിയണ ഒരു സബ്സ്ക്രൈബർ വന്നിട്ടുണ്ടായിരുന്നു. ആ ചേച്ചിട്ട് 2 കുട്ടികളും കൂടിയാണത്. ഈ കടയുടെ തൊട്ട് ബാക്കിൽ തന്നെയാണെന്നാണ് പറഞ്ഞത് അവരെ വീട്. നമ്മളായിട്ട് കുറെ ഫോട്ടോ എടുക്കലും നമ്മുടെ വിശേഷങ്ങൾ അന്വേഷിക്കലും ഒക്കെ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യങ്ങളുണ്ട്. അവർ പറയണത് എപ്പോഴും നമ്മുടെ വീട്ടിലുള്ള ഒരു ഫാമിലിനെ കണ്ട ഒരു ഫീൽ തന്നെയാണ് എല്ലാ ദിവസവും നിങ്ങളെ വീഡിയോസ് കാണുമ്പോൾ. പിന്നെ അവർ നമ്മളോട് ഒരു ബായ് ഒക്കെ പറഞ്ഞത് അപ്പുറത്തോട്ട് ഇറങ്ങിപ്പോയിട്ട് താഴോട്ടൊരു ഇറക്കമാണ്. അവിടെ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു. ചായ കുടിക്കലും കഴിഞ്ഞ് ഞങ്ങൾ നേരെ വിട്ടിട്ടാ. അടിപൊളി സീനുകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഏകദേശം മൂന്നാറിനോട് അടുത്ത് എത്തി തുടങ്ങി എന്നുള്ളതിൻ്റെ ഒരു സിഗ്നലൊക്കെ ആയി തുടങ്ങി. അടുത്തൊരു സ്ഥലത്ത് കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളും അവിടെ വണ്ടി ഒതുക്കി കാണാനുള്ള സ്ഥലങ്ങളുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നോക്കിയതാട്ടാ. ശരിയാണ്, ഇവിടെയൊക്കെ നല്ല കോടൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അധികം സമയമായിട്ടില്ലല്ലോ, അപ്പോൾ അതിന് കോടകളൊക്കെ വന്ന് ഇങ്ങനെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി നിർത്തിയതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് കുരങ്ങന്മാർ ആരുടെയോ വണ്ടിയുടെ മുകളിൽ കയറി കിടന്നത് നല്ല അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ ബാക്കി വീഡിയോസൊക്കെ തുടർന്ന് വരുന്നതായിരിക്കും. ലോങ് വീഡിയോസ് എല്ലാം ഫുള്ള് ചാനൽ ഇട്ടിട്ടുണ്ട്.